ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങൾ പൂരോത്സവ നിറവിൽ. പൂവിടൽ ചടങ്ങും പൂരക്കളിയുമായി 9 നാൾ നീളുന്നതാണ് വടക്കൻ മണ്ണിലെ പൂരാഘോഷം. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ തുടങ്ങി പൂരനാൾ വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പൂരാഘോഷ ചടങ്ങുകൾ നടന്നു വരുന്നത്. ശ്രീ മഹാദേവന്റെ കോപത്താൽ ചാമ്പലായി മാറിയ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയെന്ന് ഐതിഹ്യം. മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരം കാമന്റെ പുനർജനിക്കായി അപ്സരസുകൾ പൂക്കളർപ്പിച്ച് ത്രിലോകങ്ങളിലും പാടിക്കളിച്ച കളിയത്രേ പൂരക്കളി. ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ, രാമായണ കഥാസന്ദർഭങ്ങൾ തുടങ്ങിയവ വർണ്ണിക്കുന്ന വരികളോടുകൂടിയ ചുവടുകൾ പൂരക്കളിയിൽ പ്രധാനമാണ്. 18 നിറങ്ങളിലായാണ് പൂരക്കളി ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പൂരക്കളിക്കൊപ്പം ക്ഷേത്രാങ്കണങ്ങളിൽ ദേവീദേവന്മാർക്കായി ബാലികമാർ ഈ ദിവസങ്ങളിൽ പൂവിടുന്നു. മഹാവിദ്യാമാദ്യാം അമൃതലഹരി പൂർണ്ണചരണ സദാ പൂർണ്ണാനന്ദ കുമതിതിമിരധ്വംസമിഹിരാം വിരിഞ്ചാദ്യൈർവന്ദ്യ പുരമധന ഭക്ത പ്രണയിനി. അപ്പോൾ താരകാസുര വധത്തിൻ്റെ അനിവാര്യത ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ഘട്ടത്തിലാണ് ദേവന്മാരെല്ലാവരും കാമദേവനെ ശിവൻ്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചയക്കുന്നത്. ശിവൻ്റെ തപസ് മുടക്കിയാൽ ശിവൻ്റെ തൃക്കണ്ണ് തുറക്കുകയും കാമദേവൻ ഭസ്മമായി പോവുകയും ചെയ്യും. എന്നിരുന്നാലും ദേവന്മാരുടെ ഇംഗിതം സ്വീകരിച്ച് കാമദേവൻ ശിവൻ്റെ തപസ് മുടക്കുവാൻ വേണ്ടി പോവുകയും ശിവൻ തൻ്റെ തൃക്കണ്ണ് തുറക്കുകയും കാമദേവൻ ആ ക്ഷണത്തിൽ തന്നെ ഭസ്മമായി തീരുകയും ചെയ്തു. അപ്പോൾ കാമദേവൻ്റെ അസാന്നിധ്യത്തിൽ സൃഷ്ടി എന്ന് പറയുന്ന ഒരു കർമ്മം, അതിന് സഹായകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഭൂമിയിൽ നടക്കാത്ത അവസരത്തിൽ കാമൻ്റെ പുനർജനി അല്ലെങ്കിൽ പുനർജന്മം തീർച്ചയായും വേണം എന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ പുറത്താണ് സ്വർലോകത്തിലെ അപ്സരസുകളും ഭൂമിയിലെ കന്യാക്കളും എല്ലാവരും ചേർന്ന് കാമദേവൻ്റെ പുനർജനിക്ക് വേണ്ടി മഹാവിഷ്ണുവിനെ പൂജിച്ചുകൊണ്ട് 18 രാഗത്തിൽ 18 പൂക്കൾ കൊണ്ട് ആരാധിച്ച് ആടിപ്പാടി കളിച്ച കളിയാണ് പൂരക്കളി എന്ന് പറയുന്നത്. ഉത്തര കേരളത്തിൽ പൂരോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. കഴകം കയറൽ ചടങ്ങോടെ പൂരക്കളി ആചാര്യന്മാർ തമ്മിൽ വേദേതിഹാസ വിഷയങ്ങളിൽ നടക്കുന്ന സംവാദവും തർക്കവും ഉൾക്കൊള്ളുന്ന മറത്തുകളിയും പൂരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു. പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കൽ, വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി എന്നിവയോടെയാണ് ഉത്തര കേരളത്തിലെ പൂരമഹോത്സവം സമാപിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.